പ്പിക്കുക. നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല, ഈമാൻ കിട്ടാതെ മരിച്ചാൽ നരകമുറപ്പിക്കാം. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. 7. എപ്പോഴും ഓർമ്മയിലുണ്ടാവുക, ഈ വഖത്ത് ഒഴിവാക്കിയാൽ ഒരുപക്ഷെ അടുത്ത വഖത്ത് ഒഴിവാക്കാൻ നീ ഉണ്ടാവില്ല എന്ന്. നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ആയുസ് കുറയും, ദാഹിച്ചു മരിക്കും, ഖബറിൽ തീ നിറക്കപ്പെടും, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടില്ല. 8. എപ്പോൾ നിസ്കാരം ഒഴിവാക്കണം തോന്നുമ്പോഴും ഓർത്തോ, നീ നിസ്കാരം ഒഴിവാക്കി സമ്പാദിക്കുന്നതൊന്നും നിനക്ക് ഉപകാരപ്പെടില്ല, നഷ്ടങ്ങളല്ലാതെ. 9. റബ്ബിനോട് ഇടയ്ക്ക് ദുആ ചെയ്യുക, മനസ്സ് നന്നാക്കി തരാനും നിസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും. 10. ആയത്തുൽ കുർസി ഓതുക. ഇപ്പൊ നിസ്കരിക്കണ്ട, പിന്നെ നിസ്കരിക്കാമെന്ന് തോന്നുന്ന സമയമൊക്കെ ശൈത്താന്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. 11. എപ്പോഴും ഓർക്കുക, നിസ്കാരം അത് ഏതൊരു കാര്യത്തിന്റെയും അടിത്തറയാണ്. ആ അടിത്തറയില്ലെങ്കിൽ ജീവിതം തകിടം മറിയും. 12. ദിവസവും ഒരു 10 വട്ടമെങ്കിലും സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുക. ഇത് മനസ്സിനെ നന്നാക്കും. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്, ശരിയാവും ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കണേ ഹബീബേ. ചിലപ്പോൾ നിങ്ങൾ കാരണം അവർ